ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുതല് നമ്മളിവിടെ ഓരോ കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രാജാ ദശരഥനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. അതിനായിട്ട് നമുക്ക് നമ്മുടെ പ്രിയങ്കരിയായ രാജമ്മയൊക്കെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം രാജമ്മക്ക. ഹരി ഓം. ഇന്ന് നമ്മള് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ ദശരഥനെ കുറിച്ചാണ്. നോ യുവർ ഒപ്പീനിയൻ അബൌട്ട് ഈച്ച് ക്യാരക്ടേഴ്സ് എന്നുള്ള ഒരു പ്രോഗ്രാമാണ്. അതില് ദശരഥനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമേ ദശരഥന്റെ പൂർവ്വ ചരിത്രം നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ദശരഥന് പൂർവകാലത്തില് സുതപസ്, പൃശ്നി എന്ന രണ്ട് വിഷ്ണു ഭക്തരായിരുന്നു. അവര് ഭഗവാനെ തന്നെ മകനായിട്ട് കിട്ടണമെന്ന് പറഞ്ഞ് അനേകായിരം നാൾ തപസ് ചെയ്തതിന്റെ ഫലമായി അവർക്ക് പൃശ്നിഗർഭൻ എന്ന ഒരു മകനുണ്ടായി, ഭഗവാന്റെ അംശാവതാരമായിട്ട്. അത് കഴിഞ്ഞ് അടുത്ത കൽപ്പത്തില് കശ്യപൻ അതിഥി, ബ്രഹ്മാവിന്റെ മകനായ കശ്യപൻ അതിഥി, ദേവന്മാരുടെ മാതാവാണ് അതിഥി. ആ അതിഥിക്ക് ഒരു പ്രശ്നമുണ്ടായി. ഇന്ദ്രന്റെ സ്ഥാനം പോകും. പിന്നെ മഹാബലി ഒരു യാഗം നടത്തുന്നുണ്ട്. 100 യാഗങ്ങൾ തീരുമ്പോൾ ഇന്ദ്രന്റെ പദവി പോകുമെന്ന് പേടിച്ചിട്ട് കശ്യപനോട് പറയുന്നു, എനിക്ക് എന്റെ മകനെ അതിൽ നിന്നും രക്ഷിക്കണം, അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ കശ്യപൻ പറഞ്ഞു, മഹാവിഷ്ണുവിനെ നമ്മള് ഉപാസിക്കുക. പയോവ്രതം എന്നൊരു വ്രതമുണ്ട്, അത് കഠിനമായിട്ട് നോക്കിയിട്ട് പിന്നെ ഉപാസിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ അതിഥി പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഒരു ഭഗവാൻ തന്നെ വാമനനായിട്ട് അവതരിക്കുന്നു. അങ്ങനെ ആ വാമനൻ മഹാബലിയെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ട് ചതിച്ച് ഇന്ദ്രന്റെ സ്ഥാനം കൊടുക്കുന്നു. അവര് തന്നെ അപ്പൊ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മഫലമായിട്ടാണ് ഓരോരോ ജന്മവും നല്ല ജന്മങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അതാണ് ഇതിനകത്ത് ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിട്ടാണ് അടുത്ത ജന്മത്തിൽ നമ്മൾ ഏത് രീതിയിൽ ജനിക്കണം, ഏത് കുടുംബത്തിൽ ജനിക്കണം, ഏത് വഴിയെ പോകണം എന്നൊക്കെ നമ്മളെ തീരുമാനിക്കുന്നത്. അപ്പൊ അതിന് പറയും പ്രാരാബ്ധമാകുന്ന ഒരു പൊതിച്ചോറ്, അല്ലെങ്കിൽ പുരുഷാർത്ഥമാകുന്ന ഒരു പൊതിച്ചോറും കൊണ്ടാണ് നമ്മൾ ആത്മാവ് ഇവിടുന്ന് പോകുന്നത് എന്ന് മൂലം ഭാഗവതത്തിൽ പറയും. അടുത്ത ജന്മം വന്നപ്പോഴാണ് ഇക്ഷാകു വംശത്തില് അല്ലെങ്കിൽ സൂര്യവംശത്തില് വിഷ്ണു വംശത്തിന്റെ വംശാവലിയായിട്ട് ഖഡ്ഗാകൻ, ദിലീപൻ, അജന്റെയും ഇന്ദുമതിയുടെയും മകനായിട്ട് നേമി ചക്രവർത്തി ഉണ്ടാകുന്നു. നേമി ചക്രവർത്തിയാണ് അയോധ്യയിലെ ചക്രവർത്തിയായിട്ട് അന്ന് അവിടെ ഭരണം നടത്തുന്നത്. അയോധ്യ അന്ന് സ്വർഗതുല്യമായ സമ്പൽ സമൃദ്ധിയോടുകൂടി ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് സ്വർഗത്തിലെ ഒരു യുദ്ധമുണ്ടാകുന്നു. ശംബരാസുരനുമായിട്ട് ദേവന്മാരുമായിട്ട് ഭയങ്കര യുദ്ധമുണ്ടായിട്ട് ദേവന്മാരെല്ലാം തോറ്റുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് നേമി ചക്രവർത്തി അതിശക്തനായ പ്രാവീണ്യമുള്ള ഒരു അസ്ത്രശസ്ത്ര പ്രഗത്ഭനായിരുന്നു. അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് വിളിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോൾ സുന്ദരിയും സുശീലയും കാമിനിയുമായ കൈകേയിയെ കൂടെ കൊണ്ടുപോകുന്നു. അവിടെ യുദ്ധം നടക്കുമ്പോൾ അസുരന്മാർക്ക് മായയാൽ പല വേഷങ്ങൾ ധരിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ശംബരാസുരൻ ഒരേ സമയം 10 രൂപത്തിൽ ദശരഥനോട് യുദ്ധം ചെയ്യുന്നു. ദശരഥന്റെ പ്രാവീണ്യം അവിടെ കാണിക്കുന്നു. രഥത്തെ പെട്ടെന്ന് കറക്കിക്കൊണ്ട് 10 പേരെ ഒരേപോലെ യുദ്ധം ചെയ്ത് 10 ശംബരാസുരന്മാരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്നു. ആ സമയത്ത് തേരിന്റെ കീഴില് ഇത് പോവുകയും കൈകേയി ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് ആ വിരല് ആ കീലിനകത്ത് വിട്ടും കൊണ്ട് ഇത് അപ്പൊ യുദ്ധം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോ നേമി ചക്രവർത്തി കൈകേയിയെ വാരി പുണർന്നുകൊണ്ട് സ്നേഹത്തോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള 2 വരങ്ങൾ ഇപ്പോൾ ചോദിച്ചു. എനിക്കത്താൽ കൈകേയിക്ക് അന്നേരം ഒന്നും വേണ്ട, പറഞ്ഞു എനിക്കിപ്പോ ആവശ്യമില്ല, ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാം. അവിടെ അങ്ങനെ നേമി ചക്രവർത്തി ദശരഥനായി തീർന്നു. 10 പേരെ ഒരേ സമയം ഒരേ രഥം കൊണ്ട് അങ്ങനെ 10 രഥത്തിന്റെ
പ്രവർത്തനത്തിൽ കൊന്നതുകൊണ്ടും പരാജയപ്പെടുത്തിയത് കൊണ്ടും അദ്ദേഹത്തിന് അന്ന് തൊട്ട് ദശരഥൻ കൈകേയിയുമായിട്ട് വീണ്ടും ഒരു കഥ. എന്താണ് ഈ നായാട്ട്, രാജാക്കന്മാർക്ക് നായാട്ട് വളരെ പ്രധാനമുള്ളതാണ്, അവരുടെ വിനോദമാണ്. അതോടൊപ്പം തന്നെ വിനോദത്തോടൊപ്പം തന്നെ ഈ എന്താണ് അവരുടെ അസ്ത്രശസ്ത്രങ്ങളെ, അവരുടെ കഴിവുകളെ മെനുക്കിക്കൊണ്ടുവന്ന് മോട്ടിവേറ്റ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് ഈ നായാട്ട്. അപ്പൊ ആ നായാട്ടിന് പോയപ്പോൾ അബദ്ധവശാൽ ശ്രാവണൻ എന്ന ഒരു മുനികുമാരനെ ആന വെള്ളമെടുക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് അമ്പെയ്ത് കൊല്ലും. ഞാൻ ചുരുക്കി പറയണം, അമ്പെയ്യുന്നു. അങ്ങനെ ആ കുട്ടി മരിക്കുന്നു. അവരുടെ വൃദ്ധരായ മാതാപിതാക്കൾ ദുഃഖത്താൽ, പുത്രദുഃഖത്താൽ ആ അഗ്നിയിൽ ചാടി മരിക്കുന്നു. അങ്ങനെ അവർ ശപിക്കുന്നു, നീയും ഇതുപോലെ പുത്രദുഃഖത്താൽ മരണമുണ്ടാവട്ടെ എന്ന് ശപിക്കുന്നു. ആ രണ്ട് കാര്യങ്ങളും മറന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദശരഥ മഹാരാജാവിന് മക്കളില്ലാതെ വിഷമിക്കുമ്പോൾ പുത്രകാമേഷ്ടി യാഗം നടത്താൻ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു. അങ്ങനെ ഋഷ്യശൃംഗൻ എന്ന ഋഷി വന്നിട്ട് യാഗം നടത്തുന്നു. ആക്ച്വലി ഋഷ്യശൃംഗൻ ദശരഥന്റെ ജാമാതാവ് തന്നെയാണ്. ശാന്തയെ, സ്വന്തം മകളെ ലോമപാതന് കൊടുത്തിട്ട് അങ്ങനെ വിവാഹം കഴിച്ച ആ കഥയാണ് വൈശാലിയുടെ ആ കഥ. അപ്പൊ അങ്ങനെ 4 മക്കളുണ്ടാവുന്നു. അഗ്നിയിൽ നിന്നും അമൃതാകുന്ന പായസം വന്നിട്ട് അത് 4 പേരും കൂടെ വീതിച്ച് കഴിച്ചിട്ട് 4 മക്കളുണ്ടാവുന്നു. അതിൽ കൗസല്യൊക്കെ ഉണ്ടായ മകനാണ് ശ്രീരാമൻ, ലക്ഷ്മണൻ, അതുപോലെ ശത്രുഘ്നൻ. പിന്നെ അങ്ങനെ 4 മക്കളുണ്ടാകുന്നു. അവര് സന്തോഷമായിട്ട് വളരെ സൗഹൃദത്തോടെ, സഹോദര സ്നേഹത്തോടെ, ഭയങ്കര ഹാപ്പിയായിട്ട് ഫാമിലി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് പിന്നെ ഭരതന്റെ അമ്മാവൻ വിളിക്കുന്നു ആ രാജ്യത്തേക്ക്, അവിടോട്ട് പോകുന്നു. അപ്പൊ നല്ല മുഹൂർത്തമാണ് രാജ്യാഭിഷേകം നടത്താനെന്ന് വസിഷ്ഠ ഗുരു പറയുന്നു. ആ ഗുരുവിന്റെ അഭിപ്രായ പ്രകാരം പെട്ടെന്ന് രാജ്യാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അപ്പോൾ ദേവലോകത്തു നിന്നും ദേവന്മാര് പറയുന്നു. അപ്പൊ ഭൂമിദേവി നേരത്തെ ചെന്ന് സങ്കടം പറഞ്ഞിരുന്നു, എനിക്ക് ഭൂമിഭാരം എല്ലാം കൂടെ സഹിക്കാൻ വയ്യ, രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും ശല്യം കൊണ്ട്. അങ്ങനെ ബ്രഹ്മാവിന്റെ അടുക്ക പരാതി പറയുമ്പോൾ ബ്രഹ്മാവ് നേരെ ചെന്ന് വിഷ്ണുവിനോട് പറയുന്നു. വിഷ്ണു പറയുന്നു, ഞാൻ തന്നെ അത് പ്രശ്നം പരിഹരിച്ചോളാം. എങ്ങനെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നു. ആ ഒരു കഥ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ശ്രീനായിട്ട് ഭഗവാൻ ഈ ശത്രു നിഗ്രഹിക്കുന്നതിന് വേണ്ടി കൗസല്യയുടെ ഗർഭത്തിൽ വന്ന് അവതരിക്കുന്നു. അപ്പൊ ഈ കൗസല്യയും ദശരഥനും, അപ്പൊ നമുക്ക് ഈശ്വരൻ എന്ന ആ കോൺസെപ്റ്റ് നല്ല സാത്വികരായ ഉള്ളവരുടെ ഗർഭത്തിൽ മാത്രമേ അവർക്ക് വന്ന് ജനിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ദുഷ്ടമനുഷ്യരിൽ ദുഷ്ടരായിട്ട് ആത്മാക്കളാണ് വന്ന് ജനിക്കുന്നത്. അപ്പൊ അങ്ങനെ കൗസല്യയില് ജനിക്കുകയും ശ്രീരാമൻ വളർന്ന് ഇവർ സന്തോഷത്തോടെ ഇങ്ങനെ പോവുകയും ചെയ്യുമ്പോഴാണ് ദേവന്മാർ പറഞ്ഞു, അങ്ങനെ അഭിഷേകം നടന്നാൽ ശരിയാകുകയില്ല, നമ്മുടെ ഉദ്ദേശം നടക്കത്തില്ല. ഭഗവാന്റെ അവതാരം തന്നെ എന്തിനാണ് രാവണനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്നാൽ സരസ്വതി ദേവിയോട് ഉപദേശിച്ചിട്ട് മന്ധരയുടെ നാവിൽ വികട സരസ്വതിയെ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നു? ഈ കൈകേയിയെ പ്രലോഭിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ രാമനെ സ്നേഹിക്കുന്നത് കൈകേയിയാണ്. പക്ഷെ പ്രലോഭിപ്പിച്ചിട്ട് ഇപ്പൊ നിന്നെ സാധിക്കാം, ആ വരങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നു. അങ്ങനെ വരങ്ങൾ ചോദിക്കുമ്പോൾ ദശരഥൻ ആകപ്പാടെ ഡൈലമയിലാകുന്നു. പുത്രസ്നേഹമൊരിടത്തെ, ഭാര്യാസ്നേഹമൊരിടത്തെ, സത്യത്തെ പാലിക്കുക എന്ന 3 കാര്യം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓരോ കഥാപാത്രവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ദശരഥൻ എന്ന കഥാപാത്രം നമ്മളാണ്. നമ്മുടെ അറ്റാച്ച്മെന്റ്, നമ്മുടെ വിഷയസുഖത്തിലുള്ള കൂടുതൽ ആസക്തി, എല്ലാത്തിനോടുള്ള അറ്റാച്ച്മെന്റ്, കടപ്പാട് എല്ലാം നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ട് ആഴ്ത്തുന്നു. മകനോടുള്ള അമിതമായ സ്നേഹം, സ്ത്രീയോടുള്ള അമിതമായ ആഗ്രഹം, ഇതെല്ലാം കൊണ്ടാണ് ദശരഥന് ഇത് സംഭവിക്കുന്നത്. ഒരു രാജാവാണ് എങ്കിൽ പോലും മനുഷ്യനാണ് രാജാവ്. ആ മനുഷ്യൻ്റെതായ സകല വിഷയസുഖങ്ങളും ആ ചെറുപ്പകാലത്തിൽ അദ്ദേഹം ആസ്വദിച്ചതിന്റെ ഫലമായി പ്രായമായപ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ ഈ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ നമ്മള് ആ ചെറുപ്പത്തിലെ തിളപ്പില് നമ്മൾ കുറെ സംയമനത്തോടെ, ബുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ആധ്യാത്മികമായ രീതിയിൽ രാമായണം എന്ന് പറയുന്നത് ഒരു കുടുംബ കഥയാണ്. ഭാഗവതം പോലെ ധാരാളം കഥകളല്ല. ആ ഒരു കുടുംബ കഥ, എങ്ങനെ ഒരു കുടുംബം സ്പോയിലാകുന്നു,
ഒരു കുടുംബം എങ്ങനെ നന്നാകുന്നു എന്ന് എല്ലാം കാണിച്ചു തരികയും എങ്ങനെ സാത്വികരായ ആൾക്കാർ വിജയത്തിൽ എത്തിച്ചേരുന്നു, എങ്ങനെ ആസുരിക സ്വഭാവത്തെ നമുക്ക് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നെല്ലാം കാണിച്ചു തരുന്ന ഒരു ഉത്തമമായ പുരാണമാണ് നമ്മുടെ രാമായണം. ആ രാമായണത്തെ വെറുതെ വായിച്ചു വിടാതെ അതിന്റെ തത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദശരഥ മഹാരാജാവിനുണ്ടായ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാതെ അങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിച്ചാല് നമ്മുടെ ജീവിതത്തെ സന്തോഷപൂർണമാക്കാം. അല്ലെങ്കിൽ ദശരഥനെ പോലെ മക്കളെ ദുഃഖം അനുഭവിച്ച്, ഒരു മകന്റെ ദുഃഖം അനുഭവിച്ച് ദശരഥൻ പെട്ടെന്ന് ഹൃദയസ്തംഭനം വന്ന് പെട്ടെന്ന് ജീവൻ വെടിയുകയാണ് ഉണ്ടായത്. പിന്നെ ഈ സന്തോഷമൊന്നും അനുഭവിച്ച് എല്ലാത്തിനും ഒരു കാര്യവും ഒരു കാരണവുമുണ്ട്. ഇതെല്ലാം സംഭവിക്കാൻ നേരത്തെ ഓരോ കാര്യങ്ങളും ഒരു കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് സംഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മളാൽ അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. അതിന് മുൻകൂട്ടി തന്നെ ഒരു കാരണം ഉണ്ടായിരിക്കും. അതാണ് ദശരഥന്റെ കഥയെക്കുറിച്ച് ഞാൻ ഇവിടെ വിസ്തരിച്ച് സമയമുണ്ടെങ്കിൽ പറയാൻ പ്രശ്നമില്ല. അങ്ങനെ മുൻ ജന്മങ്ങളിൽ നല്ല സാത്വികരായിട്ട്, ഭക്തരായിട്ട്, വിഷ്ണു ഭക്തരായിട്ട് അങ്ങനെ ജനിച്ച ഒരു കഥാപാത്രമാണ് ആര്? ദശരഥനും കൗസല്യയും. അതുകൊണ്ടാണ് അവർക്ക് ഈശ്വരനായ വിഷ്ണു തന്നെ അവർക്ക് മകനായി കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, പുണ്യം. നല്ല മക്കളെ നമുക്ക് കിട്ടുക, നല്ല മക്കളെ കിട്ടുന്നതാണ് ഒരു രക്ഷകർത്താവിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. സഹോദര സ്നേഹത്താൽ അവരെ അടിയറ പറഞ്ഞ സഹോദരങ്ങളാണ്. പാതകങ്ങളെ എടുത്തുകൊണ്ട് പോയി എന്താണ് രാമനാണ് എന്റെ എല്ലാം എന്ന് വെച്ച് പാതകം വെച്ച് പൂജിച്ച സഹോദരന്മാർ. ഇന്ന് എത്ര സഹോദരന്മാരുണ്ട് അതുപോലെ? ചെറുപ്പത്തിൽ 15 വയസ്സാവുന്നതിന് തന്നെ മക്കൾ അടിവെച്ച് പിരിഞ്ഞിരിക്കും. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുകയേ വേണ്ട, അപ്പോഴേ അവര് വേറെ ഫ്ലാറ്റ് എടുത്തു, വീടെടുത്തു താമസിച്ചു. അങ്ങനെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികളെ നമ്മൾ ഗീത പഠിപ്പിക്കുക, ആധ്യാത്മികമായുള്ള ഇതൊക്കെ വെറും വായിച്ചു വിടാതെ അതിന്റെ തത്വങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് എന്താണ് ബന്ധങ്ങൾ, എന്താണ് ബന്ധനങ്ങൾ എന്ന് മനസ്സിലാക്കി അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർ ചെറുപ്പത്തിൽ കിട്ടിയ ആ സ്വാത്വികമായ അറിവ് വളർന്നു വരുമ്പോൾ അവരുടെ ലൈഫിന് പ്രയോജനപ്പെടും. നമ്മൾ വലിയവരിരുന്ന് ഇതെല്ലാം ഇങ്ങനെ വായിച്ചു വിടുന്നത് കേട്ടിട്ട് കാറ്റിൽ പറത്തി വിട്ടിട്ട് എന്താണ് പ്രയോജനമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. കുട്ടികളെയാണ് ഇതെല്ലാം മനസ്സിലാക്കുക. രാമൻ ആരാണ്, സഹോദര സ്നേഹം എന്താണ്, അച്ഛന് പറ്റിയ പ്രശ്നം എന്താണ്, ഇതെല്ലാം അവര് മനസ്സിലാക്കട്ടെ. അവരെ മനസ്സിലാക്കിക്കാനുള്ള ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങണം. ഗീത ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി എടുക്കണം. അതാണ് എന്റെ അഭിപ്രായം. ഗീത കുട്ടികളെ പഠിപ്പിക്കണം. അതാണ് അടിസ്ഥാനപരമായിട്ടും അവർ കർമ്മബോധം അവർക്കുണ്ടാവണം. അങ്ങനെ സമയം തീരുന്നെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദശരഥൻ എന്ന കഥാപാത്രം നമ്മൾ ഓരോരുത്തരുമാണ്. സ്ത്രീ ലംബടന്മാരായി പോവാതിരിക്കുക, അതുപോലെ അറ്റാച്ച്മെന്റ് കൂടുതൽ ഉണ്ടാക്കാതിരിക്കുക, മക്കളെ സ്നേഹിക്കുക, അവരെ വളർത്തുക, അവരുടെ വഴിക്ക് വിടുക. പിന്നെ അവരുടെ പിന്നാലെ ഞാൻ വളർത്തി എന്നും പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ നടക്കാതെ ലെറ്റ് ദം ഗോ ആൻഡ് ലീവ്. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരിയോമക്ക, വളരെ വളരെ മനോഹരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ സമയം ഞാൻ ഇതേ നോക്കിക്കൊണ്ടാ പറയുന്നത്. നിങ്ങളെ ഞാൻ വോക്കൗട്ട് അടിക്കുന്നതിന് മുമ്പേ ഞാൻ നിർത്തിയതാണ്. ഹരിയോ. വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഇത്രയും നേരവും പറഞ്ഞതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് ദശരഥനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് തുറന്ന ചർച്ചയാവാം. ഓരോരുത്തരും അൺമ്യൂട്ട് ആക്കിക്കൊണ്ട് ദശരഥനെ കുറിച്ച് സംസാരിക്കുക. ഞാനൊരു 2 വാക്ക് പറയട്ടെ. ദശരഥൻ എന്ന് പറയുന്നത് ഒരു മനസ്സിൽ ഒരേ സമയം തന്നെ 10 ദിശയിലേക്ക് രഥം ഓടിക്കാൻ കഴിവുള്ള അതാണ് ദശരഥൻ. അതാണ് നേമി എന്ന ആള് ദശരഥനായി മാറിയത്. അതുകൊണ്ടാണ് ദശരഥൻ എന്ന് ബ്രഹ്മാവ് കൊടുത്ത ഒരു പേരാണത്. എന്തായാലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കഴിവില്ലായ്മ, ഒരു പോരായ്മ വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കൈകേയി അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്ന് എന്താ പറയാ, അടിവരയിട്ട് പറയുകയാണ്. കൈകേയി എന്ന പട്ടമഹിഷിക്ക് കൊടുത്ത വരം അവർ അന്നേരം തന്നെ അത് ചോദിച്ചു വാങ്ങി ഇപ്പൊ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ദശരഥൻ അതിന് ഉത്തരം ചെയ്യേണ്ടിയിരുന്നു.
പക്ഷെ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ ബഹളങ്ങളൊക്കെ നടന്നത്. അവിടെ സംഭവിക്കേണ്ടതാണ്, അത് വേറെ കാര്യം. വലിയൊരു രാക്ഷസനെ വധിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വിഷ്ണു രാമനായി അവതരിച്ചതും നമ്മുടെ ഭൂമിയിൽ വന്ന് അവതരിച്ചതും, അതുപോലെ തന്നെ ഈ ആളെ കൊല്ലാൻ വേണ്ടി വന്നതാണ് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും അങ്ങനെ സംഭവിച്ചത് ദശരഥന്റെ ആ ഒരു പോരായ്മയാണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോന്നും നോക്കുമ്പോഴും ഉടനീളം കാണാം. അതുപോലെ തന്നെ പായസം 2 പകുതിയാക്കിയാണ് കൊടുത്തത്. 2 പകുതിയാക്കി കൊടുത്തപ്പോൾ ഒരാള് കൗസല്യക്ക് ആദ്യം കൊടുത്തു, കൈകേയിക്ക് രണ്ടാമത് കൊടുത്തു. അപ്പൊ 2 പകുതി. പക്ഷേ കൗസല്യ ഉടനെ തന്നെ നേർ പകുതിയാക്കി ഭാഗിച്ചിട്ട് മറ്റേ അതായത് സുമിത്രയ്ക്ക് ആ പകുതി കൊടുത്തു. ഉടനെ തന്നെ കൈകേയി ഇത് കണ്ട ഉടനെ തന്നെ കൈകേയിയും പകുത്തിട്ട് സുമിത്രയ്ക്ക് കൊടുത്തു. അപ്പം കൈകേയി കൊടുത്ത ആ പകുതിയിൽ ഉണ്ടായത് ശത്രുഘ്നൻ, അത് ഭരതനുമായിട്ട് ഒന്നിച്ച് നടക്കുന്നു. കൗസല്യ ആ പകുതി പായസം കൊടുത്തതിൽ ഉണ്ടായത് ലക്ഷ്മണൻ. അപ്പൊ ശ്രീരാമനും ലക്ഷ്മണനുമായിട്ട് ഒന്നിച്ച് നടക്കുന്നു. എന്തായാലും വളരെ മനോഹരമായ കഥ ഇത്രയും ഭംഗിയായിട്ട് രാജമ്മയൊക്കെ അവതരിപ്പിച്ചതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതിനെപ്പറ്റി ദശരഥ മഹാരാജാവിനെ പറ്റി സംസാരിക്കാനുള്ളവർ വേഗം ഇനിയും സംസാരിക്കുക, അൺമ്യൂട്ടാക്കി വേഗം വന്നോളുക. ഹരിയോ. ഹരിയോം ഒക്കെ രാജമ്മൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് നല്ലതായിരുന്നു. കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു, നല്ലോണം കേട്ടിരിക്കായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ദശരഥൻ എന്തിനാ ഈ 3 പേരെ കല്യാണം കഴിച്ചത്? അത് ആദ്യത്തെ ഭാര്യയ്ക്ക് കുട്ടി ഉണ്ടായില്ല, അപ്പൊ രണ്ടാമതൊന്ന് കഴിച്ചു, അതിലും കുട്ടി ഉണ്ടായില്ല, അപ്പൊ മൂന്നാമതൊന്ന് കഴിച്ചു. അങ്ങനെയാണ്. ആൺകുട്ടി പുത്രന്മാര് സാധാരണ കുലം സംരക്ഷിച്ചു പോകണമെങ്കിൽ പുത്രന്മാരുണ്ടാവണം. അപ്പൊ പുത്രന്മാരില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഹരിയം. അന്നത്തെ നിയമം അനുസരിച്ച് ഒന്നിലധികം വിവാഹം കഴിക്കാൻ രാജാക്കന്മാർക്ക് അവകാശമുണ്ട്. ഒരു രീതിയായിരുന്നു. അതുപോലെ ഈ ആനയൊക്കെ മൃഗവിനോദം ചെയ്യുന്നൊക്കെ കഷ്ടമല്ലേ? ഒരു വലിയ രാജാവായ എല്ലാം ദൈവികാംശം ഉള്ളവരാന്നൊക്കെ പറഞ്ഞിട്ട് വേട്ടയ്ക്ക് പോയി ഇങ്ങനെ വലിയ വലിയ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി കൊല്ലുന്ന എന്തിനാ? അത് രാജനിയമമല്ലേ ഏട്ടാ വേട്ട? അതൊക്കെ ക്ഷത്രിയ ധർമ്മമാണ്. ക്ഷത്രിയന് ക്ഷത്രിയന്മാർ അങ്ങനെ ചെയ്യാറുണ്ട്. മാത്രമല്ല ദശരഥന് ഏത് സൗണ്ട് കേട്ടാലും, എവിടുന്നെങ്കിലും ശബ്ദം കേട്ടാല് ആ കേട്ട ശബ്ദത്തിനെ ഫോളോ ചെയ്ത് അസ്ത്രം അയക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മഹാനായിരുന്നു, ശസ്ത്രവിദ്യയില് വളരെ നിപുണനായിരുന്നു. ഒരു ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം അത് മൃഗമെന്ന് വിചാരിച്ചിട്ട് അമ്പെയ്തതാണ്. അമ്പെയ്യുക അല്ലെങ്കിൽ മൃഗങ്ങളെ അമ്പെയ്യുക എന്നുള്ളത് രാജാക്കന്മാരുടെ വിനോദമാണത്, മൃഗയാ വിനോദം. അതാണ് ദശരഥൻ ചെയ്തത്. സത്യത്തിൽ ദശരഥൻ ഒരു തെറ്റല്ല ചെയ്തത്, രാജധർമ്മമാണ്. പക്ഷേങ്കില് ദശരഥനിൽ ഒരു തെറ്റു പറ്റി. എല്ലാം പറയാൻ എനിക്ക് സമയമില്ല. ആനയെ നായാട്ട് നടത്താൻ നിയമം അത് മറികടന്നുകൊണ്ടാണ് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ഒരു കാര്യവും ഒരു കാരണവും ഉണ്ടാവും. ഇതെല്ലാം സംഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം വേണം. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കുന്നു. അതാണ്, ആനയെ നായാട്ട് നടത്താൻ നിയമമില്ല. മറ്റു മൃഗങ്ങള് അവർക്ക് നിയമമുള്ള മൃഗങ്ങൾ വേറെയുണ്ട്. ആന അതിൽ വെട്ടതല്ല, പക്ഷെ ചെയ്തു. അതാണ് ഗിരിജാക്ക പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആൺകുട്ടികളില്ലായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നൊരു അറിവുണ്ട്. ശാന്ത എന്ന് പറയുന്ന ഒരു മകൾ ഉണ്ടായിരുന്നു ദശരഥന്, അല്ലേ? പറഞ്ഞിരുന്നു, പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴാണ് കയറി. ശാന്ത എന്നൊരു മകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ലോമപാദന് കൊടുത്തു. ആ അതാണ് ഋഷ്യസിംഹന്റെ ഭാര്യ. ഹരിയോം. ശ്രീകുമാരണ്ണ സംസാരിച്ചോളൂ. ഓരോരുത്തരും സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ മ്യൂട്ട് ആക്കണം, എന്നാലേ ഇത് ഭംഗിയാവുള്ളൂ. ഹരിയോം. അത് കറക്റ്റ് കാര്യം പറഞ്ഞല്ലോ. ഒക്കെ നേരത്തെ എനിക്ക് അങ്ങനെ ചെറിയൊരു അറിവേ ഉള്ളൂ. അത് ശരിയാണോ എന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത്. കറക്റ്റ് ആണ്. രാജമ്മയൊക്കെ വളരെ വിശദമായിട്ട് അതേപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇവിടെ എല്ലാ രാജാക്കന്മാർക്കും പല വിവാഹം ചെയ്യാനുള്ള കാര്യമുണ്ട്, ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ ഇവിടെ സംഭവിച്ചത് ആൺകുട്ടികൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് ഞാൻ പുസ്തകത്തിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ദശരഥന് ഒരു കഴിവുണ്ട്, നാദഭേദിനം എന്ന് പറഞ്ഞിട്ട് ഈ ശബ്ദം കേട്ടാൽ ആ ശബ്ദം തിരിച്ചറിയാൻ
എന്നിട്ട് അതിലേക്ക് അമ്പയക്കാനുള്ള കഴിവ് ആരാണോ എവിടെയാണോ എവിടുന്ന് ശബ്ദം കേട്ടോ അവിടേക്ക് തന്നെ കൃത്യമായിട്ട് അസ്ത്രം കൊള്ളാനുള്ള ശക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെന്താ ആനയല്ലെന്ന് മനസ്സിലാവാൻ എന്താ? ആന അല്ല, അത് മനുഷ്യനാണെന്ന് മനസ്സിലാവാൻ എന്താ വെള്ളം എടുക്കുന്നത്? ആന പോലെ, അതായത് ഈ കുടത്തിൽ ഇങ്ങനെ മുക്കുമ്പോ കുടു എന്നുള്ള ഒരു സൗണ്ട്. അപ്പൊ ആന വെള്ളം എടുക്കുമ്പോഴും അതുപോലെ ഒരു സൗണ്ടാണ് കേട്ടത്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചാണ് അപ്പോൾ ചെയ്തത്. എല്ലാ മനുഷ്യർക്കും ഒരു കഷ്ടകാലവും ഒരു നല്ല കാലവും ഒക്കെ ഉണ്ടല്ലോ, അതാണ് അതിന്റെ അകത്തെ കാര്യം. അതുപോലെ ആദ്യം ഉണ്ടായ കുട്ടി ശാന്ത, അവര് രോമപാദർ അവർക്ക് വളർത്താൻ കൊടുത്തു പറഞ്ഞു. അതൊക്കെ ശരിയാണോ? അതായത് നമുക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ പലർക്കും വളർത്താൻ കൊടുക്കുന്നു. ആൺകുട്ടികൾ വേണം, രാജ്യം ഭരിക്കാൻ ആൺകുട്ടികൾ വേണം. പക്ഷെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമോ? കുന്തിദേവിയെ പിന്നെ വളർത്താൻ കൊടുത്തതാണല്ലോ. പഴയ കാലത്ത് അങ്ങനെയുണ്ട്. ചിലയിടത്ത് പറയുന്നുണ്ട് ഈ ആൺകുട്ടികൾ ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ 3 കല്യാണം കഴിച്ചതെന്ന് ചില ബുക്കിലൊക്കെ പറയുന്നുണ്ട്. രാജ്യം ഭരിക്കാൻ ആൺകുട്ടികൾ വേണം. ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ടാണ്, പ്രസവിക്കാത്തത് കൊണ്ടാണ് രണ്ടാമത് കൈകേയിയെ കല്യാണം കഴിച്ചതും പിന്നെ സുമിത്രയെ കഴിച്ചതും. അതെ, ഇന്നത്തെ കാലത്ത് അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്തും പിന്നെ കുട്ടികളില്ലാന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ അനിയത്തിനെ കഴിക്കും. ചെയ്യാറുണ്ട്. കേരളത്തിലില്ല, ഈ തമിഴ്നാട്ടിലൊക്കെ ചെയ്യും. തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. കേരളത്തിൽ നടക്കത്തില്ല അങ്ങനെയൊന്നും, തമിഴ്നാട്ടിലും ചെയ്യും. എനിക്കറിയുന്ന ഒരു ഡോക്ടറിന്റെ തമിഴ്നാട്ടിൽ, ചെന്നൈയിലും ആന്ധ്ര, അങ്ങനെ നോർത്ത് ഇന്ത്യയിലും ഒക്കെ നടക്കും. അങ്ങേര് ഡോക്ടറാണ്, ഹോമിയോ ഡോക്ടറാണ്. അയാൾക്ക് പിന്നെ കല്യാണം കഴിച്ചു, ആ സ്ത്രീ കുട്ടികളുണ്ടായില്ല. അപ്പൊ അയാൾ ചെയ്തു, രണ്ടാമത് അയാളുടെ ആ സ്ത്രീയുടെ അനിയത്തിനെ കഴിച്ചു. അപ്പോൾ കുട്ടികളില്ല. ഇപ്പൊ രണ്ടാളും അയാളുടെ മുറിയാ താമസിക്കുന്നു. ഹരിയോം. ഒരു 2 മിനിറ്റ് രാജമ്മയ്ക്ക് ഒന്ന് ക്രോഡീകരിക്കാൻ ഒരു അവസരം കൂടിയുണ്ട്. 2 മിനിറ്റ് ഇപ്പൊ കഴിയും. നമുക്ക് രാമായണ പാരായണം ആരംഭിക്കാനുണ്ട്. ഇത് എന്താണ്, യുഗത്തിൽ നടന്ന കഥയാണ്. എത്രയോ വർഷം മുൻപ് നടന്ന ഒരു സംസ്കാരമാണത്. ഇന്നത്തെ സംസ്കാരവുമായി നമ്മൾ ഇതിനെ ഒരു കാരണവശാലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അന്നത്തെ നിയമങ്ങളാണ്. രാജാവിന് വിവാഹം കഴിക്കാൻ ഇന്ന് നായാട്ടിന് എവിടെ പോകും? എവിടെ സ്ഥലമുണ്ടോ? ഇല്ല. ഒരു വിവാഹം കഴിച്ചാൽ പെണ്ണുങ്ങൾ വെച്ചേക്കോ. ഇത് 3 പേരും വളരെ സ്നേഹത്തോടെ 3 കൊട്ടാരത്തിൽ കഴിയുകയാണ്. ആ പായസം കിട്ടിയത് അവര് സ്നേഹത്തോടെ ഷെയർ ചെയ്യുന്നു. നമ്മളാണെങ്കിൽ കൊടുക്കുമോ? അപ്പൊ ആ കാലഘട്ടം ദശരഥൻ എന്ന അല്ലെങ്കിൽ നേമി എന്ന ചക്രവർത്തി എന്താണ് ചെയ്തത്? അവരെ 3 പേരെയും അല്ല, ഒരു സ്ത്രീ. നമ്മളൊരു ചെരുപ്പ് ഇന്ന് വാങ്ങിച്ചു. അപ്പോൾ പുതിയൊരു ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ നമ്മൾ അന്ന് അതെടുത്തുകൊണ്ട് പെരയ്ക്കകത്ത് വെക്കും. കുറെ ദിവസത്തേക്ക് പൊതിഞ്ഞുകൊണ്ട് പെരയെ വെക്കും. ബാക്കി ചെരുപ്പെല്ലാം വെളിയിൽ കിടക്കും. കുറെ കഴിയുമ്പോ ഇതും വെളിയിൽ. എന്ന് പറഞ്ഞ പോലെ സുന്ദരിയായ സ്ത്രീയിൽ ആകൃഷ്ടനായിട്ട്, ചെറുപ്പക്കാരിയായ സ്ത്രീയിൽ ആകൃഷ്ടനായിട്ട് അവരുടെ ഇഷ്ടത്തിനെല്ലാം നിന്നപ്പോൾ ദശരഥന് പലതും നഷ്ടപ്പെടേണ്ടി വന്നു. മകൻ നഷ്ടപ്പെടേണ്ടി വന്നു, ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. അപ്പൊ ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്നേഹിക്കുക. നമ്മൾ നമ്മളെ കൂടെ മറ്റുള്ളവർക്ക് കൊടുത്താൽ അവര് നമ്മളെ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ അബ്സോർവ് ചെയ്ത് നമ്മളെ കൂടെ വിഴുങ്ങും. സോ അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ എന്താണ് സംഭവിക്കേണ്ടത്? നമ്മൾ എന്തെല്ലാം ആയാലും ഒരു നിയോഗമുണ്ട്. അവിടുന്ന് ഒരു കൺട്രോളിങ് പവർ, അവിടെ ചരടുണ്ട്. ആ ചരട് വലിച്ചോണ്ടേയിരിക്കും. അതാണ് സരസ്വതി ദേവിയെ കൊണ്ട് മന്ധരയുടെ നാക്കിൽ കൂടി പ്രലോഭിപ്പിച്ചിട്ട് അത് ചെയ്തത്. അത് നമ്മളാൽ ആരും ചെയ്തതല്ല. അത് ഈശ്വരൻ നിയോഗമാണ്.